ഹലോ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാബിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹാർമണി ഓഫ് മാർവൽസ് എന്ന ഫസ്റ്റ് യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എന്ന ബ്യൂട്ടിഫുൾ പോയമാണ്. നമുക്ക് പോയത്തിലേക്ക് പോകാം. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് എഴുതിയിരിക്കുന്നത് രബീന്ദ്രനാഥ് ടാഗോർ. ഹി വാസ് എ പോയറ്റ്, ഫിക്ഷനിസ്റ്റ്, playwright, essayist, composer and painter who won the Nobel Prize for Literature in 1913 for his collection of poems Gitanjali. അദ്ദേഹം ജനിച്ചത് 1861 മരണം 1941. അദ്ദേഹം ഒരു പോയറ്റായിരുന്നു, ഫിക്ഷനിസ്റ്റ് ആയിരുന്നു, പ്ലേറൈറ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആയിരുന്നു, കമ്പോസർ ആയിരുന്നു, പെയിൻറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ 1930 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ലഭ്യമാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന പോയം കളക്ഷനാണ് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. ടാഗോർ ഇസ് ദി ഓതർ ഓഫ് നാഷണൽ ആന്തംസ് ഓഫ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും നാഷണൽ ആന്തംസ് എഴുതിയ ആളായിട്ടും ടാഗോർ അറിയപ്പെടുന്നു. പോയത്തിലേക്ക് നമുക്ക് പോകാം. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. നേച്ചറിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന രബീന്ദ്രനാഥ് ടാഗോറിൻ്റെ മനോഹരമായൊരു കവിതയാണിത്. അദ്ദേഹം നേച്ചറിനെ വളരെ അത്ഭുതത്തോടെ, അമേസ്മെൻറ്റോടെ നേച്ചറിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് ഇവിടെ. ഫസ്റ്റ് സ്റ്റാൻസ. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദി സൺ ആൻഡ് ദ സ്റ്റാർസ്. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ആകാശത്തിലേക്ക് നോക്കിയാൽ മനോഹരമായ നക്ഷത്രങ്ങളാൽ ആകാശം നിറയപ്പെട്ടിരിക്കുന്നു. സൂര്യൻ അവിടെ ഉദിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇനി യൂണിവേഴ്സിലേക്ക് നോക്കിയാലോ, യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. യൂണിവേഴ്സ് ജീവജാലങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. എമംഗ് ഓൾ ദീസ്, ഇതിൻ്റെ എല്ലാം ഇടയിൽ ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്, എനിക്ക് ഞാനൊരിടം കണ്ടെത്തി. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്, അതുകൊണ്ട് തന്നെ വളരെ ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ ഞാനിന്ന് പാട്ട് പാടുന്നു. കാരണം എനിക്ക് എൻ്റേതായൊരിടം ഇവിടെ ലഭ്യമായിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻസ. ദ വേൾഡ് ഈസ് സ്വെയ്ഡ് ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്. റൈസിംഗ് ആൻഡ് ഫോളിംഗ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ്. റേസിംഗ് ത്രൂ മൈ വെയിൻസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. The world is swayed. Swayed means moving or shaking. നമ്മുടെ ഈ ലോകം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്. വേൾഡ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താ? ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്. ഇറ്റേണിറ്റി, നിത്യത എന്ന ആ ഒരു ആശയം നമ്മളുടെ വേൾഡിനെ ഇങ്ങനെ പുഷ് ചെയ്യുന്നത് കൊണ്ട് വേൾഡ് മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ ഇറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമയത്തിൻ്റെ മൂവ്മെൻറ്റിനെയാണ്, മൂവ്മെൻറ്റ് ഓഫ് ടൈമിനെയാണ് പോയിട്ട് ഇവിടെ റെഫർ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ ലോകം വളരെ വേഗം തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുപോലെ? ഒരു റഷിംഗ് ടൈഡ് പോലെ. റഷിംഗ് ടൈഡ് തിരമാല. ഒരു തിരമാല തള്ളുന്നത് പോലെ ഈ ഒരു സമയം ലോകത്തെ ഇങ്ങനെ തള്ളുന്നത് കൊണ്ട് ലോകം ഇങ്ങനെ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. I have felt it stuck in my blood. പോയറ്റ് പറയാണ്, പോയറ്റിനും ഒരു പ്രത്യേകതരം ടഗ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് പുള്ള്, ഒരു പ്രത്യേകതര ഫോഴ്സ് തനിക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയാണ് ആ ഒരു ടഗ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ബ്ലഡിലാണ്. റൈസിങ് ത്രൂ മൈ വെയിൻസ്, എൻ്റെ ഞരമ്പുകളിലൂടെ ഓടുന്ന ആ രക്തത്തിൽ സമയത്തിൻ്റെ ആ ഒരു തള്ളൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. അതുകൊണ്ട് വളരെ അത്ഭുതത്തോടെ, ആശ്ചര്യത്തോടെ ഞാൻ ഇന്ന് പാട്ട് പാടുന്നു. ഈ സ്റ്റാൻസായുടെ ആശയം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. സമയത്തിൻ്റെ മൂവ്മെൻറ്റ് കാരണം ലോകം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സമയമെന്ന ആ ഒരു പുള്ള് അല്ലെങ്കിൽ ആ ഒരു തള്ളൽ ഓതറിനും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. തൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന ആ രക്തത്തിൽ ആ ഒരു പുള്ള് തനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. തേർഡ് സ്റ്റാൻസ. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ് വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രേഗ്രൻസ്. They have all maddened my mind.
The gifts of gladness and joy are strewn all around. And in wonder and amazement I sing. പോയറ്റ് നേച്ചറിനെ ഈ സ്റ്റാൻസായിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്, ഒരു ഫോറസ്റ്റിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ, വിത്ത് മൈ ഫീറ്റ് ഐ ഹാവ് ടച്ച്ഡ് ദ ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, അദ്ദേഹം പുല്ലുകളുടെ ആ ഒരു ബ്ലേഡിനെ ടച്ച് ചെയ്താണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ പുല്ലുകൾക്കിടയിലൂടെ അദ്ദേഹം നടന്നു പോകുന്നു. ആ ഒരു ഗ്രാസിൽ ടച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേകതരം ഫീലിംഗ് ഉണ്ടാകുന്നു. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രേഗ്രൻസ്, അതുപോലെ അദ്ദേഹത്തിന് പൂക്കളുടെ ഫ്രേഗ്രൻസ്, ആ ഒരു സ്മെല്ല് ആ കാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ലഭ്യമാകുകയും അദ്ദേഹം ആശ്ചര്യപ്പെടുകയും ചെയ്യുകയാണ്. എത്ര മനോഹരമായ, അല്ലെങ്കിൽ എത്ര നല്ല ഫ്രേഗ്രൻസ് ആണ് ഈ പൂക്കളുടേതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ദേ ഹാവ് ഓൾ മാഡൻഡ് മൈ മൈൻഡ്, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിച്ചു. വുഡ്ലാൻഡിലൂടെ പോകുമ്പോൾ തൻ്റെ കാൽപാദങ്ങൾ പുല്ലുകളെ തട്ടുന്നതും, പിന്നെ ആ കാട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന പൂക്കളുടെ മണവുമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. The gifts of gladness and joy are strewn all around. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ പൂക്കളുടെ മണവും ബ്ലേഡ്സ് ഓഫ് ഗ്രാസും ഒക്കെ ഒരു ഗിഫ്റ്റായിട്ടാണ് അദ്ദേഹം കാണുന്നത്. എന്തിൻ്റെ ഗിഫ്റ്റാണ്? ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്, സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് കൊണ്ടുതരുന്ന സമ്മാനങ്ങളാണ് ആര്? ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, ഫ്ലവേഴ്സ് ഫ്രേഗ്രൻസ് ഒക്കെ. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അതുകൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹം പറയുന്നു, ഞാൻ വളരെ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ പാട്ടുപാടുന്നു. ഈ സ്റ്റാൻസയിലൂടെ നേച്ചറിൻ്റെ ഓരോ ഫാക്ട്സും അദ്ദേഹം ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആയിട്ട്, ജോയ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. നേച്ചറിനെ അദ്ദേഹം ഒരു ഗിഫ്റ്റായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ, ഐ ഹാവ് പ്രിക്ഡ് മൈ ഇയേഴ്സ്, ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്, I have bared my heart to the world. In the midst of known, I have sought the unknown. And in wonder and amazement, I sing. I have pricked my ears. Pricked means കൂർപ്പിച്ച് കേൾക്കുക, കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യുക. ഇപ്പോൾ പോയിട്ട് പറയുന്നു, ഞാൻ എൻ്റെ ചെവികൾ കൂർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്, എൻ്റെ കണ്ണുകൾ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു. ഐ ഹാവ് ബെയർഡ് മൈ ഹാർട്ട്, എൻ്റെ ഹാർട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എവിടേക്കാ? ലോകത്തിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? മനോഹരമായ കാഴ്ചകൾ കാണാനും, മനോഹരമായ ശബ്ദങ്ങൾ കേൾക്കാനും, മനോഹരമായ അനുഭവങ്ങൾ അനുഭവിക്കാനും അദ്ദേഹം ചെവി കൂർപ്പിച്ച് വെച്ചിരിക്കുന്നു, കണ്ണ് തുറന്നു വെച്ചിരിക്കുന്നു, ഹാർട്ട് ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നു. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ. നമ്മുടെ പോയറ്റ്, അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അറിയാത്തതായ ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ആ അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ തിരയാനായിട്ടും കണ്ടുപിടിക്കാനായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അൺനോൺ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോയറ്റ് ഇപ്പോഴുള്ളത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. പോയറ്റ് വീണ്ടും ആ ഒരു ലൈൻ എടുത്ത് ഇവിടെ പറയുകയാണ്, വളരെ ആശ്ചര്യത്തോടും അമേസ്മെൻറ്റോടും ഞാൻ പാട്ട് പാടുന്നു.